സർ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചാ വിഷയമായി മാറിയതാണ്, വലിയ വിവാദമായി മാറിയതാണ്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതെല്ലാവരും വിസ്മരിച്ചു. ഇതിനകത്ത് 10-14 പേജ് പുറത്തു വിടാതെ സർക്കാർ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. അത് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയാണോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അത് ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ഭാഗം മറച്ചു വയ്ക്കുന്നതിന്. അപ്പോൾ ഇന്ന് മുഖ്യധാരാ സിനിമയിലുള്ള 2 പ്രധാനപ്പെട്ട നായക നടന്മാർ ഉൾപ്പെട്ട കേസിലെ വിവരങ്ങൾ പുറത്തു വരും എന്ന് ഗവൺമെൻറ്റിന് അറിയാം. അത് വന്നാൽ ഒരുപക്ഷെ ഈ നിലവിലെ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ അത് ഗുരുതരമായി ബാധിക്കും എന്ന് കരുതിയാകുമോ, അതോ അവരെ വെറുതെ രക്ഷിക്കാനുള്ള പക്ഷപാതപരമായൊരു സമീപനമാണോ എന്ന് ഇന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. സിനിമ നടികൾ ഉൾപ്പെട്ട 17 സിനിമാ പ്രവർത്തകരായ സ്ത്രീകൾ എഴുതി കൊടുത്ത പരാതിയാണ്. ഹേമ കമ്മീഷൻ അംഗങ്ങൾക്ക് മുമ്പ് ഹാജരായി വെർബലായി പറഞ്ഞത് കൂടാതെ രേഖാമൂലം എഴുതി കൊടുത്തു. അത് നമുക്കറിയാം. റീമ കല്ലിങ്കൽ, പാർവതി തിരുവോത്ത് തുടങ്ങിയ നടിമാരായിരുന്നല്ലോ ഹേമ കമ്മീഷൻ എഴുതി കൊടുക്കുകയും ആ കമ്മീഷനിൽ ഒരു മുൻ നടി ശാരദ അംഗമായിരുന്നു. അവരിതെല്ലാം കേട്ടിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ കുറച്ചൊക്കെ സഹകരിക്കണം, കുറച്ചൊക്കെ സഹിക്കണം, ഈ കലാരംഗത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്ന് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ ഉപദേശിക്കുകയാണ് ചെയ്തതെന്നും അതിലൊരു നടി പിന്നീട് പുറത്തു വന്ന് പറയുകയുണ്ടായി. അപ്പോൾ ശാരദയെ പോലെയുള്ള ആളുകൾ അന്നേ അനുഭവിച്ചിട്ടുള്ള ദുരിത അനുഭവങ്ങളാണ് തങ്ങൾക്ക് ഉണ്ടായത് എന്നായിരുന്നു ആ നടി ഉദ്ദേശിച്ചത്. കാലം മാറിയതിനനുസരിച്ച് യാതൊരു മാറ്റവുമില്ല. ഇൻഡസ്ട്രി പുരുഷാധിപത്യത്തിൻ്റെ പിടിയിലാണ്. അങ്ങനെ വന്നപ്പോൾ ഇന്നത്തെ സ്ത്രീകൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലിടമാണ്, അവരുടെ തൊഴിലിടമാണ്. ആ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ മാന്യത സംരക്ഷിക്കപ്പെടണം. അതിനുള്ള സൗകര്യങ്ങൾ സിനിമയിലില്ല. അതുകൊണ്ട് സിനിമയിലെ പോരായ്മകൾ, അത് സാധാരണ ഒരു തൊഴിലിടമല്ല സിനിമ. സിനിമയിൽ അഭിനയിക്കുന്ന ആ രംഗം മാത്രമല്ല, അവർക്ക് കൊടുത്തിരിക്കുന്ന ഹോട്ടൽ അക്കോമഡേഷൻ, അവർ സഞ്ചരിക്കേണ്ട കാറ്, ഇതെല്ലാം സിനിമ നിർമ്മാതാവിൻ്റെതാണ്. അപ്പോൾ അവിടെയൊക്കെ സുരക്ഷിതത്വം വേണം. ഏതാണ് യഥാർത്ഥ തൊഴിലിടം? ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ ഒന്നും തങ്ങൾക്ക് അവനവൻ്റെ വ്യക്തിത്വവും നിലപാടും ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഈ സ്ത്രീകൾ പരാതിപ്പെട്ടത്. അതിന് ഉദാഹരണമായി അവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട 2 നടന്മാർക്കെതിരെ വന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഗവൺമെൻറ് ഹേമ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടും മറച്ചു വച്ചിരിക്കുന്നത്. ഇത് പുറത്തു കൊണ്ടുവരണം. ഇപ്പം നമ്മൾക്കറിയാം, ഇതിൽ സിദ്ദിഖ് എന്ന നടൻ, മുകേഷ് എന്ന നടൻ, രഞ്ജിത്ത് എന്ന സംവിധായകൻ, ഇവരുടെയൊക്കെ പേരിലാണ് കേസ് വന്നത്. ആ കേസ് ഇപ്പോൾ എവിടെ പോയി? ഈ ഹേമ കമ്മീഷനെ തുടർ നടപടികളില്ലാത്തതെന്ത്? ഈ കമ്മീഷനിലെ കാര്യങ്ങൾ പോലീസിന് കൈമാറുകയും പോലീസ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നും പരിശോധിച്ച് ഇതിൽ ഉൾപ്പെട്ട ഈ പരാതിക്കാരായ ആളുകളുടെ മൊഴിയെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. ഇതിന് കുറ്റപത്രം ഉണ്ടാകണം. എന്നാൽ മാത്രമല്ലേ ഇതിനകത്തൊരു നിയമപരിഹാരം കൈവരുന്നുള്ളൂ. ഗവൺമെൻറ് ഇപ്പോൾ അത് നിശ്ചലമാക്കി വെച്ചിരിക്കുകയാണ്. സാംസ്കാരിക മന്ത്രി, ഈ സിനിമാ മന്ത്രി എന്ന ആൾ പറഞ്ഞത് എല്ലാ രംഗത്തും സ്ത്രീകൾക്ക് കുറേ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരും, സിനിമയിൽ അത് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കുകയാണ്. ഇതൊക്കെ സർവ്വസാധാരണമാണെന്നുള്ള അർത്ഥത്തിൽ. സത്യത്തിൽ അതിൽ പ്രതിഷേധമുണ്ട് അതിൽ പങ്കെടുത്ത ആളുകൾക്ക്. സാറേ, ശരിക്കും പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്ന് വലിയ ചർച്ചയൊക്കെയായി മാറി, മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമൊക്കെ മാറി. ഇപ്പോൾ അവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊന്നും സംഭവിക്കാതെ ചില സിനിമാ ലൊക്കേഷനിൽ ചില ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് ഇവർ കൃത്യമായിട്ട് ഈ നടിമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് ഉള്ളത് കൊണ്ടല്ലേ സർക്കാർ ഇത് പുറത്തുവിടാത്തത്? അതെ, സർക്കാർ മറച്ചു വച്ചിരിക്കുന്നത് ഇതിൽ കുറേ ഭാഗം പുറത്ത് വിട്ടല്ലോ. അതെ, ഇതിൽ സർക്കാർ ഇനിയും പുറത്തു വിടാതിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് 2 നടന്മാരെ കുറിച്ചുള്ള ആരോപണമാണ്. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയുടെ ഇന്നത്തെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുമെന്ന് ആരോ ഭയപ്പെടുന്നു. പക്ഷേ അസ്ഥാനത്താണ്. അവർ കുറ്റവാളികളാണെങ്കിൽ അവർ നിയമത്തിൻ്റെ മുന്നിൽ വരട്ടെ. ഈ ഇതിൻ്റെ ഇരകളെന്ന് പറയുന്ന ആളുകൾ അവർ രേഖാമൂലം എഴുതി കൊടുത്താണ് പരാതി. കമ്മീഷൻ അംഗങ്ങൾക്കും കമ്മീഷൻ്റെ അധ്യക്ഷയ്ക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ.
സാർ ഇവരെന്ന് പറയുന്നത് സെലിബ്രിറ്റികളാണ്, മലയാളത്തിലെ മികച്ച നടന്മാരാണെന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള സെലിബ്രിറ്റികൾക്കെതിരായുള്ള ഒരു നടപടിക്കും സർക്കാർ പിന്തുണ നൽകില്ല. സർക്കാർ അവരെ പൊതിഞ്ഞു പിടിക്കും. കാരണം സർക്കാരിന് പല ആവശ്യങ്ങൾക്കും ഇത്തരം സെലിബ്രിറ്റികളെ ആവശ്യമുണ്ട്, ഒരു ഘട്ടം. ഇനി രണ്ട്, ഈ പറയുന്ന പരാതിക്കാരിയായ പെൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികൾ അവർ ഒരുപക്ഷെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് സിനിമയിലൊക്കെ അഭിനയിക്കാമല്ലോ. അപ്പോഴാണ് അവർക്ക് ദുരനുഭവം ഉണ്ടായെങ്കിൽ അതിനെ പോക്സോ കേസിന്റെ പരിധിയിൽ വരെ വരാം. പക്ഷെ എന്തുകൊണ്ടാണ് അവരും ഇത് തുറന്നു പറയാത്തത്? അപ്പൊ തുറന്ന് പരസ്യമായി പറഞ്ഞാൽ ഈ ഗുണമുണ്ടാകില്ല, അല്ലെ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടിട്ടായിരിക്കില്ലേ? കാരണം ഹേമ കമ്മീഷൻ ഇവരെല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം പറഞ്ഞല്ലേ, എന്നിട്ടും നടപടിയില്ല. ഇനി പുറമേ പറഞ്ഞ് നമ്മൾ എന്തിനാണ് സ്വയം അപഹാസ്യരാകുന്നത്? ഈ ചിന്ത അവരെ നയിക്കില്ലേ? അവരെ ആ തരത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സിനു പറഞ്ഞ പോലെ സർക്കാർ എന്ന് പറയുന്നതിനല്ല, സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കാണ് ഇവരെ ആവശ്യം. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടെ ചേർന്ന്. അപ്പോൾ സർക്കാരിന് ഇങ്ങനെ ഇവരെയൊക്കെ തൽപര കക്ഷികളായ ചില കുറ്റവാളികളെ സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില ആളുകളുടെ സ്വാധീനമുള്ള ആളുകളുടെ സൗഹൃദം വേണം. അത് വേറെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ സ്വാധീനവും അവരുമായിട്ടുള്ള സൗഹൃദവും കൊണ്ട് ഇത് പുറത്തു വിടാതിരിക്കുകയാണെങ്കിൽ രാജ്യത്തിലെ നിയമവാഴ്ചയ്ക്ക് വെല്ലുവിളിയാണത്. ഈ പരാതി കൊടുത്ത പെൺകുട്ടികൾ എത്രമാത്രം അവരെ ഒതുക്കി വെച്ചാലും അവർ ഒരു ദിവസം പൊട്ടിത്തെറിക്കത്തില്ലേ? അവര് സിനിമ കളക്റ്റീവ് ഒന്ന് അങ്ങനെ എന്തോ സംഘടന ഉണ്ടല്ലോ, വിമൺ ഇൻ സിനിമ കളക്റ്റീവ്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഘടനയുടെ ലേബലിലൂടെ വന്നവരാണ് കൂടുതലും. അവരെല്ലാവരും കൂടെ ആ സംഘടനാ രൂപത്തെ തട്ടി ഉണർത്തിയെടുത്തുകൊണ്ട് ഒരു ദിവസം പൊതുരംഗത്തേക്ക് വന്ന് ഇത് വെളിപ്പെടുത്തിയാലോ? അപ്പോൾ ഗവൺമെൻറ് അപഹാസ്യമാവില്ലേ? അപ്പോൾ ഗവൺമെൻറ്റിന് ഇന്ന് മറച്ചു വെച്ചത് മുഴുവനും ഗവൺമെൻറ്റിനെതിരായി തീരും. അപ്പോൾ ഗവൺമെൻറ് അങ്ങനൊരു സാധ്യത ഭയപ്പെടുക തന്നെ വേണം. കാരണം ഇതിൽ ഉൾപ്പെട്ട നല്ല തൻ്റെയുള്ള പെൺകുട്ടികളുണ്ട് അതിലേ. അവർ ഇത് തുറന്നു പറയും, ഞങ്ങളൊക്കെ ഇന്ന ഇന്ന അനുഭവങ്ങളുണ്ടായിരുന്നു, എഴുതി കൊടുത്തു. ഈ രാജ്യത്ത് ഒരു അന്വേഷണം ഞങ്ങളുടെ ആവലാതി മുഖ്യമന്ത്രിയെ അറിയിച്ചപ്പോൾ അദ്ദേഹം ഒരു ജുഡീഷ്യൽ കമ്മീഷനെയാണ് വെച്ചത്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് 4.5 വർഷം ഗവൺമെൻറ് കോൾഡ് സ്റ്റോറേജ് വെച്ചു. സമ്മർദ്ദവും പ്രക്ഷോഭവും ഉണ്ടാകുമെന്ന് വന്നപ്പോൾ പുറത്തു വിട്ടു. അത് ഭാഗികമായി. ആ ഭാഗികമായി എന്തിനു വിട്ടു? ഒന്നുകിൽ പൂർണ്ണമായിട്ട് വിടണം. അപ്പോൾ പൂർണ്ണമായിട്ട് വിടാത്തത് ആരെയോ സംരക്ഷിക്കാനാണ്. ആ വശമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. അല്ല സാർ, ഈ WCC എന്ന് പറയുന്ന ആ സംഘടന യോജിച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ചെയ്യുന്നു. പക്ഷെ പിന്നീട് ചില ആളുകൾ ആദ്യം നിന്ന സ്ഥലത്തുനിന്ന് മാറി അതൊക്കെ പിൻവാങ്ങിയതാണ്. അപ്പോൾ ഇതിനെ പിൻവാങ്ങിയത് ആരെങ്കിലും നിർബന്ധപൂർവ്വമാണോ, അല്ലെങ്കിൽ ഇതിനെ തകർക്കാനായിട്ട് ഈ പറയുന്ന സാർ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ നടത്തിയോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ലല്ലോ. ഇല്ല, ഇപ്പോൾ ഇവിടുത്തെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും അവർക്ക് ഈ കാര്യത്തിലൊരു തുല്യ സമീപനമാണോ? ഈ വിവാദം ഇങ്ങനെ കത്തി വന്നപ്പോൾ AMMA എന്ന സംഘടനയിൽ നിന്ന് അതിൻ്റെ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു. അപ്പോൾ ഈ പരാതി കൊടുത്തവരിൽ ചിലരിപ്പോൾ അത് ഭീരുത്വമാണെന്ന് പറയാൻ തുടങ്ങി. ഭീരുത്വം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം ഭീരുവാണെന്നാണ് പറഞ്ഞത് അല്ലേ? അതെ. അപ്പോൾ ഭീരുത്വമാണ് അവർ ഈ കാണിക്കുന്നത്. ഇപ്പോൾ അവർ ആ കമ്മിറ്റി നിലനിന്ന് ഇതിനെ നേരിടുകയാണ് വേണ്ടത്. ആ സംഘടനയ്ക്ക് തന്നെ പ്രവർത്തനമില്ലാതെ അതിൻ്റെ ഹെഡ്ലെസ് ആയാലും എന്ത് ചെയ്യും? ആ ഹെഡ്ലെസ് സിറ്റുവേഷൻ ഒഴിവാക്കണം എന്നാണ് അവർ ഈ പരാതി ഉന്നയിച്ചവരുടെ ആവശ്യം, ഇല്ലേ അതിൻ്റെ പ്രൊട്ടഗോണിസ്റ്റുകളുടെ ആവശ്യം. പക്ഷേ ആ സംഘടനയും ഒരു അൻ്റഗോണിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് എടുത്തത്. അപ്പോൾ അത് പോരാ. ഇതിനെ ക്രിയാത്മകമായി കാണുകയും 4-5 പേരെ പൊതുമധ്യത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇവരൊക്കെയാണ് പ്രതികളെന്നും ഒരു ചെറിയ കേസും എടുത്ത് അതങ്ങ് അസ്തമിപ്പിച്ച് കളയുകയാണ്. ശരിക്ക് ഹേമ കമ്മീഷൻ സൗത്ത് ഇന്ത്യൻ സിനിമയെ ഒന്നടങ്കം ചർച്ചയായ ഒരു വിഷയമാണ്. ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ അവിടെയൊക്കെ ഇതുപോലെ കമ്മീഷൻ അന്വേഷണം വേണമെന്ന് ആവശ്യം ഉയരാൻ തുടങ്ങി സിനിമാ പ്രവർത്തകർക്കിടയിൽ നിന്ന്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഇൻഫ്ലുവൻസ് അതുണ്ടാക്കിയിട്ടുണ്ട്. കേരളം പോലെ ഒരു സ്ഥലത്ത് ഇതൊരു പ്രവർത്തന മേഖലയാണെന്ന് കണ്ടുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യവും അർഹമായ വേതനവും, ഇത് സ്ത്രീ പീഡനം മാത്രമല്ല, അവസര സമത്വം, തുല്യത, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, ലേബർ പോളിസി എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളിലൂടെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വലിയ വിപുലമായ ഒരു ആശയമായി വളരുകയാണ്. ഇത് മറ്റ് തൊഴിൽ മേഖലയിലേക്കും സ്ത്രീകൾ പങ്കെടുക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ഇത് നാളെ ഇതിൻ്റെ സ്വാധീനം നീളും.
ആ തരത്തിൽ ക്രിയാത്മകമായി ഇതിനെ സമീപിക്കേണ്ട ഒരു ഗവൺമെൻറ്. ഇത് ആരെയും രക്ഷിക്കാൻ വേണ്ടി ഇതിനെ പതുക്കി വെക്കുകയും ഇപ്പോൾ അതിൻ്റെ മേളിൽ വീണ്ടും അടയിരിക്കുകയും പൊതു സമൂഹം അത് മറന്നു പോവുകയും ചെയ്യുന്നു. ആ മറന്നുപോകലിനെ വീണ്ടും ഓർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഇത് ഈ ഹേമ കമ്മീഷനിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങിയിരിപ്പുണ്ടെന്നും അത് പുറത്തു വരാത്തതാണെന്നുള്ള പൊതുജനങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമുണ്ട്. പക്ഷേ അത് എന്താണ് കണ്ടന്റ് എന്നറിയില്ല. ഇനിയെങ്കിലും അതൊക്കെ പുറത്തേക്ക് വരട്ടല്ലേ? എത്ര കാലം നമ്മൾ ഇതൊക്കെ മറച്ചു വെക്കണം? ഈ നമ്മൾ കാണുന്ന പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴട്ടെ, അങ്ങനെ ചിന്തിച്ചുകൂടെ ശരിക്കും? അതെ, സിനിമ അഭിനയം നടത്തുന്ന വ്യക്തികളും രണ്ടായി കാണുകയും അയാളുടെ കലാപരമായ കഴിവുകളെ അംഗീകരിക്കുകയും വ്യക്തിയുടെ ദോഷങ്ങൾ ദോഷമായി കാണാനുമുള്ള വിവേചന ബോധം ഒരു പ്രബുദ്ധ സമൂഹത്തിനില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ വിദ്യാഭ്യാസം ചെയ്തിട്ട് എന്ത് കാര്യം? ഇങ്ങനെ സമീപിക്കാൻ മലയാളികൾക്ക് കഴിയണം. ആരാധന മൂത്ത് ആർക്കും മാപ്പ് കൊടുക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.